ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും ഒക്കെ നോക്കാം. അപ്പോൾ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യത ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായത്? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. 1985 ഭരണഘടനയിൽ ചേർത്തു. ശരിയാണ്. 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം ശരിയാണ്. 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 3 എണ്ണവും എന്താണ്? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമമാണ്. 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നു. ഇത് എത്രയും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇതിനകത്ത് മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. നോക്കിയേ, കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 52ാം ഭേദഗതിയാണ്. ഓക്കെ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയുവാൻ കൊണ്ടുവന്ന ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയാൻ കൊണ്ടുവന്ന നിയമമാണ് ഇത്? കൂറുമാറ്റ നിരോധന നിയമം. 1985 ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. 10ാം പട്ടിക ഭരണഘടനയോട് ചേർത്തത് 52ാം ഭേദഗതിയിലൂടെയാണ്. 52ാം ഭേദഗതി പ്രകാരം മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 102ഉം അനുച്ഛേദം 191ഉം. 52ാം ഭേദഗതി പ്രകാരം മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 102ഉം 191ഉമാണ്. അനുച്ഛേദം 102ൽ പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 191ലാണെങ്കിലോ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ 102ൽ പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചും 191ലാണെങ്കിൽ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാ അംഗമാണ് ലാൽ ദുഹോമ. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാ അംഗമാരാണെന്ന് ചോദിച്ചാൽ അത് ആർ ബാലകൃഷ്ണ പിള്ളയാണ്. അടുത്ത് നോക്കാം. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. നോക്കിയേ, ദേശീയ ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് ഡിസംബർ 10. ഡിസംബർ 10. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നതാണ് 2024 മനുഷ്യാവകാശ ദിന പ്രമേയം എന്ന് പറയുന്നത്. എന്നാൽ ഡിസംബർ 24 എന്താണ്? ദേശീയ ഉപഭോക്തൃ ദിനമാണ് അല്ലേ. അതിൻ്റെ പ്രമേയം എന്താണ്? വിർച്വൽ ഹിയറിംഗ്സ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ്. വിർച്വൽ ഹിയറിംഗ്സ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നുള്ളതാണ് 2024 ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനത്തിൻ്റെ സന്ദേശം, തീമെന്ന് പറയുന്നത്. ഇനി ഡിസംബർ 1 എന്താണെന്നറിയാം നമുക്ക്. ലോക എയ്ഡ്സ് ഡേ ആണ് അല്ലേ. അതിൻ്റെ പ്രമേയം എന്തായിരുന്നു? ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. 2024 പറയുന്നത് ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. അടുത്തത് യോഗ ഡേ. ജൂൺ 21 2024 കേട്ടോ. 2024 ഈ പറയുന്നത്. യോഗ ഡേയുടെ പ്രമേയം എന്തായിരുന്നു? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അടുത്തത് ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. ജൂൺ 21 യോഗ ഡേ ആണ്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. അതിൻ്റെ തീം എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെൻറ്റ്സ് എൻഡ് ചൈൽഡ് ലേബർ. ലെറ്റ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെൻറ്റ്സ് എൻഡ് ചൈൽഡ് ലേബർ എന്നുള്ളതാണ് ജൂൺ 12 2024 ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമെന്ന് പറയുന്നത്. അടുത്തത് പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. അതിൻ്റെ പ്രമേയമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അടുത്തത് ഭൗമദിനം ഏപ്രിൽ 22. അവർ പവർ അവർ പ്ലാനറ്റ് എന്നതാണ് ഭൗമദിനത്തിൻ്റെ പ്രമേയം. അവർ പവർ അവർ പ്ലാനറ്റ്. ലോക ഭൗമദിനം 2025 കേട്ടോ. ഇപ്പം നമ്മൾ ഭൗമദിനം പറഞ്ഞില്ലേ, അത് 2025 പറഞ്ഞത് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 2024 എന്താണ്?
പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. എന്താണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്? അപ്പോൾ 2025 അവർ പവർ അവർ പ്ലാനറ്റ്, ഭൗമദിനം April 22. ഓക്കെ, അതിൻ്റെ പ്രമേയം അവർ പ്ലാനറ്റ് അവർ പവർ അവർ പ്ലാനറ്റ് 2025 പ്രമേയം. എന്നാൽ 2024 പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്, പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. അടുത്തത് 2025 ലോക ആരോഗ്യ ദിനം. എന്നാണ് ലോക ആരോഗ്യ ദിനം? April 7. അതിൻ്റെ പ്രമേയം എന്താണ്? ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്, ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ഇനി ലോക ആരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? 2024 മൈ ഹെൽത്ത് മൈ റൈറ്റ്. എന്താണ് മൈ ഹെൽത്ത് മൈ റൈറ്റ്? ഇപ്പോൾ 2024 മൈ ഹെൽത്ത് മൈ റൈറ്റ്. എന്നാൽ 2025 ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്, ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ലോക ജലദിനം എന്നാണ്? March 22. 2025 പ്രമേയം ഒന്ന് നോക്കാം. ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷൻ. എന്താണ്? ഗ്ലേഷ്യർ പ്രിസർവേഷൻ. അടുത്തത് ലോക ജലദിനം 2024 പ്രമേയമാണ് ലെവറേജിങ് വാട്ടർ ഫോർ പീസ്. എന്താണ് ലെവറേജിങ് വാട്ടർ ഫോർ പീസ്? ലോക തണ്ണീർത്തടം എന്ന ദിനം എന്നാണ്? February 2. 2025 പ്രമേയം നോക്കാം. നമ്മുടെ പൊതുവായ ഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, നമ്മുടെ പൊതുവായ ഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ലോക തണ്ണീർത്തട ദിനം 2024 പ്രമേയം എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. അപ്പോൾ നമ്മൾ കുറേ ഡേറ്റ്സും അതിൻ്റെയൊക്കെ തീമുമാണ് പഠിച്ചത്. 2025 ഇപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ 2025 തീമുകൾ നന്നായിട്ട് നോക്കി വയ്ക്കുക, 2024 കൂടെ നോക്കി വയ്ക്കുക. കാരണം ചിലപ്പോൾ ബാക്കിലേക്കുള്ളതും കൂടെ ചോദിക്കാറുണ്ട്. നോക്കിയേ, ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? കടമനിട്ട എന്ന് പറയുന്നത് പടയണിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. ഏതാണ്? പടയണി. ഓക്കെ, നോക്കിയേ, ദക്ഷിണ കേരളത്തിലെ കടമനിട്ട, ഓതറ തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങൾ ഇന്നും അരങ്ങേറുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണേത്? പഴശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. പാലക്കാട്, പൊന്നാനി പ്രദേശങ്ങൾ അരങ്ങേറുന്ന കലയാണ് തോൽപ്പാവക്കൂത്ത്. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് കുമ്മാട്ടി. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിലെ ചടങ്ങാണ് ഗദ്ദിക. പ്രശസ്ത ഗദ്ദിക കലാകാരനാണ് ഫോക്ലോർ അക്കാഡമി ചെയർമാൻ ആയിരുന്ന PK കാളൻ. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫോക്ലോർ അക്കാഡമി ചെയർമാൻ ആയിരുന്നു ആര്? PK കാളൻ. PK കാളൻ ഒരു ഗദ്ദിക കലാകാരനാണ്. നോക്കിയേ, ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം ഏതാണ്? 1920. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം ഏതാണ്? 1920. പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ച വർഷമാണ് BC 776. പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് BC 776. പുരാതന ഒളിമ്പിക്സിൻ്റെ വേദിയായിരുന്ന നഗരമാണ് ഒളിമ്പിയ അല്ലെങ്കിൽ ഗ്രീസ് എന്ന് പറയുന്നത്. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896. പുരാതന ഒളിമ്പിക്സ് BC 776. പ്രഥമ ആധുനിക ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയായിരുന്നു? ആധുനിക ഒളിമ്പിക്സിൻ്റെത് ഗ്രീസ്. അതിൻ്റെ അന്നത്തെ പേര് ആഥൻസ് ആണ്. എവിടെയാണ്? ആഥൻസ്. പ്രഥമ ആധുനിക ഒളിമ്പിക്സിൻ്റെ വേദിയായ സ്റ്റേഡിയമാണ് പാനതി നെയ്ക്ക് സ്റ്റേഡിയം. ഏതാണ്? പാനതി നെയ്ക്ക് സ്റ്റേഡിയം. വനിതകളെ ഉൾപ്പെടുത്തിയ ആദ്യ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 1900 പാരീസ് ഒളിമ്പിക്സ് ആണ് കേട്ടോ. 1900 പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് മത്സരവും ഉൾപ്പെടുത്തുന്നത്. വനിതകളെയും ക്രിക്കറ്റ് മത്സരവും ഉൾപ്പെടുത്തിയ ഒരു ഒളിമ്പിക്സ് ആയിരുന്നു 1900 ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് ആദ്യ ഭാഗ്യചിഹ്നമായ വാൾഡി എന്ന നായക്കുട്ടിയെ ഉൾപ്പെടുത്തിയത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് ആദ്യ ഭാഗ്യചിഹ്നമായിട്ടുള്ള വാൾഡി എന്ന നായക്കുട്ടിയെ ഉൾപ്പെടുത്തിയത്. പതാക ഉയർത്തിയ ആദ്യ ഒളിമ്പിക്സ് ഏതാണ്? 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ് പതാക ഉയർത്തിയത്. ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലിയ ഒളിമ്പിക്സും ഏത് തന്നെയാണ്? ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സ്. 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ് ദീപശിഖ പ്രയാണം ആദ്യമായിട്ട് നടന്നത്. ദീപശിഖ ജലത്തിനടിയിലൂടെ കൊണ്ടുപോയ ആദ്യ ഒളിമ്പിക്സാണ് 2000 ഡിസ്നി ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. 1936 ബെർലിൻ ഒളിമ്പിക്സാണ് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്ത ആദ്യ ഒളിമ്പിക്സ്. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ് ആണ്. 2028 ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്, അമേരിക്കയാണ്. 2032 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ബ്രിസ്ബെയിലാണ്, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൽ. അപ്പോൾ 2028 ലോസ് ഏഞ്ചൽസ് ആണ് അമേരിക്ക, 2032 ബ്രിസ്ബെയിലാണ് ഓസ്ട്രേലിയ. അടുത്ത് നോക്കിയേ, ഭയകൗടില്യ ലോഭങ്ങൾ
വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? ഏതാണ്? സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനി. 1905 ജനുവരി 19 വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം എന്ന് അത് തെറ്റുപറ്റിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാണ് 1905 ജനുവരി 19 ഏത് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. ഓക്കെ. കോൺഗ്രസും യുദ്ധവും എന്ന ലേഖനം കാരണം നിരോധിച്ച പത്രമാണ് ഏതെന്ന് പറയുന്നത് അല്ലമീൻ. ഓക്കെ. ധർമ്മോസ്മത് കുലദൈവം ദൈവതം എന്ന വാക്യം തലക്കെട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് 1890 ആരംഭിച്ച ഏതിലാണ്? മലയാള മനോരമയിലാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമോർമ്മയുടെ പ്രസംഗം മൂപ്പേൽപ്പ് പ്രസംഗം എന്ന തലക്കെട്ടോട് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? അത് കേസരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം 1847 പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരമാണ്. വാർത്തകളോടൊപ്പം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രമാണ് 1948 പുറത്തിറങ്ങിയ ജ്ഞാന നിക്ഷേപം. തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നിവ 1907 പുറത്തിറങ്ങിയ മിതവാദി പത്രത്തിൻ്റെ വിശേഷണങ്ങളാണ്. നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കമായിട്ടുള്ള പത്രമാണ് ഏത്? ദീപിക. നോക്കിയേ, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യമായിട്ട് മലയാളത്തിന് നേടിത്തന്ന ആരാണ്? ശ്രീ PJ ആൻ്റണിയാണ്. ഏതാണ് ചിത്രം എന്നാണേ? ചിത്രം ഏതാണ്? നിർമാല്യമാണ്. PJ ആൻ്റണിക്ക് ആദ്യമായിട്ട് ദേശീയ നടനുള്ള പുരസ്കാരം ആദ്യമായിട്ട് കിട്ടുന്ന ആളാണ് ആര്? PJ ആൻ്റണി. ഏത് സിനിമയിലാണ്? നിർമാല്യത്തിലാണ്. നോക്കി, 1973 PJ ആൻ്റണിക്ക് കിട്ടുന്നത് നിർമാല്യം. 1977 ഗോപി കൊടിയേറ്റം, ഭരത് ഗോപിക്ക് കൊടിയേറ്റം. 1980 ബാലൻ K നായർക്ക് ഓപ്പോൾ. 88 പ്രേംജി പിറവി. 89 മമ്മൂട്ടി മതിലുകൾ. പിന്നെ ഒരു വടക്കൻ വീരഗാഥ. 91 മോഹൻലാലിന് ഭരതത്തിൽ അഭിനയത്തിന് കിട്ടി. 93 മമ്മൂട്ടിക്ക് പൊന്തന്മാട വിധേയൻ. 97 ബാലചന്ദ്രമേനോൻ സമാന്തരങ്ങൾ. 98 മമ്മൂട്ടി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. 99 മോഹൻലാൽ വാനപ്രസ്ഥം. 2001 മുരളി നെയ്ത്തുകാരൻ. 2010 സലീം കുമാർ ആദമിൻ്റെ മകൻ അബു. 2023 സുരാജ് വെഞ്ഞാറമൂട് പേരറിയാത്തവൻ. അപ്പോൾ ഇത്രയും പേർക്കാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് ദേശീയ അവാർഡ് കിട്ടിയത്. ഓക്കെ, ഓരോരുത്തരുടെയും പേര്, അവരുടെ ഏത് കിട്ടിയ വർഷം, അതുപോലെ തന്നെ അവരുടെ ഏത് സിനിമയിൽ അഭിനയിച്ചതിനാണ് കിട്ടിയതെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അടുത്ത വീഡിയോയിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക്